ഓം നമ ശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ അർത്ഥവും ആ സ്വപ്നത്തിന്റെ പ്രത്യേകതകളും അറിയാത്തവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. പറഞ്ഞു വരുമ്പോൾ ഇന്ന് അതിൻ്റെ പ്രത്യേകതകളും അർത്ഥങ്ങളുമാണ് നാം ഇന്നിവിടെ വിശേഷിപ്പിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ തുടങ്ങുകയാണ്. നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ഓരോരോ അർത്ഥങ്ങളുണ്ട്. സ്വപ്നങ്ങൾ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന നല്ലതോ ചീത്തയായ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താറുമുണ്ട്. സ്വപ്നങ്ങൾ ഭാവിയെ കുറിച്ച് പറയുന്നു എന്നാണ് വിശ്വാസം. ജ്യോതിഷികളും മനഃശാസ്ത്ര വിദഗ്ധന്മാരുമൊക്കെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. സ്വപ്നങ്ങൾ ഭാവിയിലെ ഗുണകരമോ ദോഷകരമോ ആയ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. സ്വപ്നത്തിൽ കുതിരയെ സംബന്ധിച്ച് കാണുന്ന ഓരോ കാര്യങ്ങൾക്കും പല അർത്ഥങ്ങളാണുള്ളത്. കുതിരപ്പുറത്ത് കയറുന്നതായി സ്വപ്നം കണ്ടാൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം പറയുന്നത്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ജോലികൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് വിശ്വാസം. കർമ്മരംഗത്ത് പുരോഗതിയും സാമ്പത്തികവുമായി നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇത് കുറിക്കുന്നു. അതേസമയം കുതിരപ്പുറത്തു നിന്ന് വീഴുന്നതായി സ്വപ്നം കാണുന്നത് അശുഭകരമാണെന്നാണ് പറയുന്നത്. വലിയ നഷ്ടങ്ങൾ, പരാജയങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് പറയുമ്പോൾ കണ്ണാടിയിൽ നമ്മൾ പ്രതിബിംബങ്ങൾ കാണില്ലേ, അതിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണാടിയിൽ മുഖം നോക്കുന്നതായോ മുടി, നഖം എന്നിവ വെട്ടുന്നത് സ്വപ്നം കണ്ടാൽ ഭാവിയിൽ ഗുണകരമായി കാര്യങ്ങൾ ഭവിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ആസൂത്രണം ചെയ്ത പദ്ധതികൾ, ജോലികൾ എന്നിവ പൂർത്തീകരിക്കപ്പെടുമെന്നതിന്റെ സൂചനയാണിത്. നഖം വെട്ടുന്നത് മാത്രമായി സ്വപ്നം കാണുന്നത് കടദുരിതങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം സ്വയം മുടി വെട്ടുന്നതായി സ്വപ്നം കാണുന്നത് ദോഷകരമാണ്. വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ വർദ്ധിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ സ്വപ്നത്തിൽ കാർമേഘങ്ങൾക്കൊപ്പം മഴ പെയ്യുന്നത് കണ്ടാൽ ശുഭസൂചനയാണ്. പഴയ നിക്ഷേപങ്ങൾ, സമ്പാദ്യങ്ങൾ എന്നിവയിലൂടെ ലാഭം പ്രധാനമാകും. പണമായോ ഭൂമിയായോ അത് ലഭിച്ചേക്കും. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നും പറയപ്പെടുന്നു. അതേസമയം കാർമേഘങ്ങൾ മാത്രം കാണുന്നത് അത്ര നല്ല ഫലപ്രദമല്ല സൂചിപ്പിക്കുന്നത്. അത് ഭാവിയെ ആശങ്കകളും സംശയങ്ങളും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ സ്വപ്നത്തിൽ വെറ്റില കഴിക്കുന്നത് കണ്ടാൽ അത് ശുഭകരമാണ്. അതായത് ഈ സ്വപ്നം കണ്ടാൽ ഐശ്വര്യം, സന്തോഷം, സമൃദ്ധി, സമ്പത്ത് പ്രധാനമാകുമെന്നാണ് അർത്ഥം. കൂടാതെ അടുത്തു തന്നെ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കുമെന്നും ഇത് കുറിക്കുന്നു. അതുപോലെ അടുത്തത് പറയുമ്പോൾ സ്വപ്നത്തിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് ശുഭകരമാണ്. കുടുംബത്തിന്റെ ക്ഷേമം നിലനിൽക്കുമെന്നും സന്തോഷമുണ്ടാകുമെന്നും ഒക്കെയാണ് ഇതിന്റെ അർത്ഥം. കൂടാതെ കുടുംബാംഗങ്ങളുടെ പുരോഗതിയുടെയും വളർച്ചയുടെയും അടയാളമായിട്ടും ഈ സ്വപ്നത്തിനെ കണക്കാക്കാം. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്വപ്നത്തിൽ മീനുമായി ബന്ധപ്പെട്ട് മീൻ വാങ്ങുന്നതോ മീൻ പിടിക്കുന്നതോ സ്വപ്നം കാണുന്നത് ശുഭസൂചനയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ മറ്റുള്ളവരോട് ആരോടും തന്നെ പറയരുത്. അതുപോലെ തന്നെ ആനയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഫലങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് അപ്രതീക്ഷിതമായ ലാഭം, ധനകാര്യം, സൽകീർത്തി, ഐശ്വര്യം, ഭാഗ്യം എന്നിവ ഉണ്ടാക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ മദം പൊട്ടിയ ആനയെ നിങ്ങൾ സ്വപ്നം കാണുന്നത് ശുഭകരമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കലഹത്തിനിടയാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അടുത്തത് പാമ്പിനെ സ്വപ്നം കാണുന്നത് പൊതുവെ ഐശ്വര്യപ്രദമാണ്. അകന്നു കഴിയുന്ന ജീവിത പങ്കാളിയുമായി ഉടൻ പിണക്കം മാറി ഇണങ്ങിക്കഴിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്.
പാമ്പ് കൊത്തുന്നതായി സ്വപ്നം കാണുന്നത് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നും പാമ്പ് കഴുത്തിൽ വീഴുന്നതായി കാണുന്നത് സമ്പന്നരായി തീരുന്നതിനു ഇടയാക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ വളരെ ഭയത്തോടു കൂടി കാണുന്ന സ്വപ്നമാണ് സ്വന്തം മരണം. പക്ഷേ ഇത് വളരെ ശുഭകരമാണ്. മരിച്ചതായിട്ടോ നിങ്ങൾ ചീതയിലേക്ക് എടുത്തു വെക്കുന്നതായോ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. എന്നാൽ സ്വന്തം മരണം സ്വപ്നം കാണുന്ന കാര്യം മറ്റുള്ളവരോട് പറയുന്നത് ഗുണകരമല്ല. എല്ലാ ദുരിതങ്ങളും കഷ്ടതകളും അകന്ന് ആ ജീവനാന്തം ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. അടുത്തത് പറയുമ്പോൾ, നിങ്ങൾ സിംഹത്തെ സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ വളരെ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ചെയ്യുന്ന ജോലിയിൽ വളരെ ഉയർച്ചയും ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി നല്ല വിദ്യാഭ്യാസം മൂലം സുരക്ഷിതമാകുമെന്നും പഠനത്തിൽ മെച്ചപ്പെടുന്നുവെന്നുമാണ് സൂചന. നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തതായി, നിങ്ങൾ ധാരാളം കുട്ടികളെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു പ്രതീക്ഷയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ മരിച്ചവരുമായി നിങ്ങൾ സംസാരിക്കുന്നത് സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുഭസൂചനയാണ് നൽകുന്നത്. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകുവാൻ പോകുന്നു എന്നതാണ് ഈ സ്വപ്നം അർത്ഥമാക്കുന്നത്. ഇനി നിങ്ങൾ ഒരു വലിയ കാടിനുള്ളിൽ അകപ്പെടുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിബന്ധങ്ങൾ വന്നു ചേരുന്നതിനായി അർത്ഥമാക്കുന്നു. എന്നാൽ നിങ്ങൾ മനോഹരമായ ഒരു പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യസിദ്ധി ഉണ്ടാകുമെന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഒരു വില കൂടിയ വസ്തു, ഒരു സ്വർണ്ണക്കട്ടി എന്നിവ ലഭിച്ചതായി സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വന്നു ചേരുന്നതിനായുള്ള സൂചനയാണ് നൽകുന്നത്. അതുപോലെ കാലുതെറ്റി ഒരു കുഴിയിലേക്ക് വീഴുന്നതായി സ്വപ്നം കണ്ടാൽ പ്രതീക്ഷിക്കാതെ ഒരു ആപത്ത് വരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുൻപോട്ട് പോകാൻ. നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളും നമ്മൾ ഓർത്തുകൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ചിലർക്ക് ചില സ്വപ്നങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. നന്ദി, നമസ്കാരം.